BA പൊളിറ്റിക്കൽ സയൻസ് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ് തുടരുകയാണ്. നമ്മൾ ആദ്യത്തെ വീഡിയോയിലായിട്ട് അതിൻ്റെ ലോൻ്റെ ഡെഫിനിഷനും ഇതൊക്കെ ഉണ്ട് ഈ ഒരു മൊഡ്യൂളിൽ എന്ന് പറഞ്ഞു. ഈ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് തുടങ്ങുന്നത്. ആദ്യം പറയുന്നത് ലോനെ പറ്റിയാണ്. ലോ എന്താണ്? ലോ അതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് പറയുന്നത്. A study of the basic concept of political theory should begin with a discussion of the idea of law in the sense that the state is a legal association. സ്റ്റേറ്റ് ഒരു ലീഗൽ അസോസിയേഷൻ ആണ് എന്നുള്ള നിലക്കാണ് ഇവിടെ പറയുന്നത്. ഈ പൊളിറ്റിക്കൽ തിയറിയുടെ കോൺസെപ്റ്റിൻ്റെ അത് തുടക്കം തന്നെ ഈ ഒരു ലോനെ പറ്റിയുള്ള ഡിസ്കഷന് കൊണ്ടൊക്കെയാണ്. എന്തുകൊണ്ടെന്നാൽ സ്റ്റേറ്റ് ഒരു ലീഗൽ അസോസിയേഷൻ ആണ് എന്നാണ് പറയുന്നത്. ഇനി the state is distinguished from society, nation and other association by virtue of its coercive power. ഈ സ്റ്റേറ്റ് എന്നുള്ളത് ഉണ്ടായിട്ടുള്ളത്, സ്റ്റേറ്റ് ഒരു ലീഗൽ അസോസിയേഷൻ ആണെന്ന് പറഞ്ഞു. സ്റ്റേറ്റ് ഉണ്ടായിട്ടുള്ളത്, സ്റ്റേറ്റ് ഒരു സമൂഹം, അതുപോലെ രാഷ്ട്രം, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ മറ്റുള്ള സംഘടനകളൊക്കെ കൂടിയിട്ടാണ് സ്റ്റേറ്റ് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെ? ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് കോയേഷീവ് പവർ. ഈ സ്റ്റേറ്റിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ അത് ഫോഴ്സ് ഇൻ ടു ഡൂയിങ് സംതിങ് എന്നാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഫോഴ്സ് ചെയ്യും. എന്തുപയോഗിച്ച്? എ പവർ ദാറ്റ് ഇഷ്യൂസ് ഇൻ ദ ഫോം ഓഫ് ലോ. സ്റ്റേറ്റ് അങ്ങനെ ഒരു കാര്യം ഫോഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ പവർ ദാറ്റ് ഇഷ്യൂസ് ഇൻ ദ ഫോം ഓഫ് ലോ. ലോകളിലൂടെയാണ്, ലോന്റെ രീതിയിലാണ്, ലോകളിലൂടെയാണ് സ്റ്റേറ്റ് അതിൻ്റെ പവർ എന്താക്കുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. The state operates through the government and the government interprets the will of the state through law. സ്റ്റേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, സ്റ്റേറ്റ് നടത്തിക്കൊണ്ടു പോകുന്നത് ഗവൺമെൻറ്റിലൂടെയാണ്. ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിലൂടെയാണ് സ്റ്റേറ്റ് മുന്നോട്ട് പോകുന്നത്. ആ ഗവൺമെൻറ് സിസ്റ്റം മുന്നോട്ട് പോകുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലോയിലൂടെയാണ്. അപ്പോൾ ഒരു രാഷ്ട്രം നിലനിൽക്കുന്നത്, ആ രാഷ്ട്രം നിലനിൽക്കുന്നു പോകുന്നത് ഗവൺമെൻറ്റിലൂടെയും ആ ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ എന്താണ്, ലോയിലൂടെയുമാണ്. ഇനി ലോൻ്റെ ഡെഫിനിഷനാണ്, ലോ ഈസ് ദ വെഹിക്കിൾ ഓഫ് സോവറിനിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലോ എന്നുള്ളത് സോവറിൻ, നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു സോവറിൻ കൺട്രിയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ലോ ആണ് എന്ത്, ഈ സോവറിനിറ്റിയുടെ പരമാധികാരം എന്നാണ് സോവറിനിറ്റീൻ്റെ മലയാളം. സോവറിനിറ്റീൻ്റെ വാഹനം നിയമമാണ് എന്ന് പറഞ്ഞാൽ സോവറിനിറ്റി മുന്നോട്ട് പോകുന്നത് ലോയിലൂടെയാണ് എന്നാണ് അവിടെ പറയുന്നത്. The function of the state is not only limited to the execution of law, it is also to enforce the law in just manner. ഈ സ്റ്റേറ്റിൻ്റെ ഒരു പരിധി, ഈ സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള അതിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പരിധി, ലോ ഉള്ള ലോ അത് അതിനെ കൊണ്ട് മുന്നോട്ട് പോവുക, അത് ആ ലോ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നടത്തുക എന്നുള്ളത് മാത്രമല്ല, ലോ ഉണ്ടാക്കുക എന്നുള്ള ഒരു ധർമ്മം കൂടി സ്റ്റേറ്റിൻ്റെ മേലുണ്ട്. ലോ റെഗുലേറ്റ്സ് ലൈഫ് ആൻഡ് വിത്തൗട്ട് ലോ ദർ ഈസ് ചാവോസ് ആൻഡ് കൺഫ്യൂഷൻ. ലോ ആണ് നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് വിത്തൗട്ട് ലോ ദർ ഈസ് ചാവോസ് ആൻഡ് കൺഫ്യൂഷൻ. ഇനി ഒരു സ്ഥലത്ത് ലോ ഇല്ലെങ്കിൽ, നിയമമില്ലെങ്കിൽ അവിടെ ചാവോസ്, കുഴപ്പങ്ങളും കൺഫ്യൂഷൻസും ഒക്കെയാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ദസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദി ലോ ദാറ്റ് ഓഫ് കൺട്രോൾ. അപ്പോൾ ലോന്റെ ഒരു പൊതുവായിട്ടുള്ള അർത്ഥം, ലോന്റെ സെൻട്രൽ ഐഡിയ, കേന്ദ്രീയത, ഒരു ആശയം എന്ന് പറയുന്നത് കൺട്രോളാൻ, നിയന്ത്രിക്കുക എന്നുള്ളതാണ് ലോ എന്ന് ഉദ്ദേശിച്ചത്. ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി ഇറ്റ് ഈസ് എ ടെക്നിക് വിത്ത് എ പർപ്പസ്. ഇറ്റ് ഈസ് ദ സം ഓഫ് ദ സോഷ്യൽ ഇൻഫ്ലുവൻസസ് റെഗുലർലി റെക്കഗ്നൈസ്ഡ് ആൻഡ് അപ്ലൈഡ് ബൈ ദ സ്റ്റേറ്റ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ, സമൂഹത്തിൽ ഇത് ഈ ലോ എന്ന് പറയുന്നത് ഒരു കൃത്യമായ ലക്ഷ്യമുള്ള ഒരു ടെക്നിക്കാണ്. ഇത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സം ഓഫ് ദി സോഷ്യൽ ഇൻഫ്ലുവൻസസ് റെഗുലർലി റെക്കഗ്നൈസ്ഡ് ആൻഡ് അപ്ലൈഡ് ബൈ ദ സ്റ്റേറ്റ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ഈ സോഷ്യൽ ഇൻഫ്ലുവൻസുകൾ, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും, അതേപോലെ തന്നെ സമൂഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ, അങ്ങനെ സാമൂഹ്യപരമായി സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ആളുകളുടെയൊക്കെ അല്ലെങ്കിൽ ഒരു സംഘടനകളുടെയൊക്കെ കാര്യങ്ങളൊക്കെ റെഗുലർലി ഇത് സ്റ്റേറ്റ് തിരിച്ചറിയുകയും അത് നമ്മുടെ ഈ സ്റ്റേറ്റിൻ്റെ നീതിപൂർവമായ ഭരണത്തിലേക്ക് അതെന്താണ്, അപ്ലൈ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇൻ പൊളിറ്റിക്കൽ സയൻസ് വി യൂസ് ദ ടേം ലോ ടു ഡിസ്ക്രൈബ് എ ബോഡി ഓഫ് റൂൾസ് ടു ഗൈഡ് ഹ്യൂമൻ ആക്ഷൻ. പൊളിറ്റിക്കൽ സയൻസിൽ ലോ എന്ന് പറഞ്ഞാൽ, ലോ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ മനുഷ്യന്മാരെ കൺട്രോൾ ചെയ്യാൻ, മനുഷ്യന്മാരെ നിയന്ത്രിക്കാനും അവരെ റൂളിലൂടെ, ഒരു നിയന്ത്രണത്തിൽ, ഒരു ഗൈഡ് എന്നുള്ള രീതിയിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യുക, നിയന്ത്രിക്കുക എന്നുള്ളതൊക്കെയാണ് പൊളിറ്റിക്കൽ സയൻസിൽ ലോ എന്ന് പറഞ്ഞാൽ. ഇനി
The word law comes from the old Teutonic root lag, which means lay. ലേ എന്ന് പറഞ്ഞ ഈ വേർഡ് ലോ എന്നുള്ളത് ഓൾഡ് ട്യൂട്ടോണിക് വേർഡിലാണ്. ട്യൂട്ടോണിക് എന്ന് പറഞ്ഞാൽ ജർമ്മൻ. അപ്പോൾ പഴയ ഒരു ജർമ്മൻ വേർഡിൽ നിന്നാണ് ലോ എന്നുള്ളത് വന്നിട്ട് പറയുന്നത്. ജർമ്മനിൽ അതിൻ്റെ അർത്ഥം ലോ എന്നുള്ളതിൻ്റെ അർത്ഥം ലാഗ് എന്നാണ്. ലാഗ് എന്ന് പറഞ്ഞാൽ പിന്നെ ലേ അല്ലെങ്കിൽ ടു പ്ലേസ്, ടു സെറ്റ് ഓർ ഫിക്സ്, ഒരു സ്ഥലത്ത് വെക്കുക, അത് സെറ്റ് ചെയ്യുക, അത് റെഡിയാക്കുക, ശരിയാക്കുക എന്നുള്ളതൊക്കെയാണ് ലോ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ്. ഇനി ലോ ഈസ് ഫോർ ദിസ് റീസൺ. അപ്പോൾ ലോ എന്തിനാണ്? ഇങ്ങനെ കറക്റ്റ് ചെയ്യാനും ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനൊക്കെയാണ് എന്നാണ് ലോ എന്നുള്ളത് ഈ അർത്ഥത്തിൽ പറയുന്നത്. സംതിങ് പോസിറ്റീവ് ഓർ ഇമ്പോസ്ഡ്, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോഴ്സ് സംതിങ് ടു ബി ഡൺ, അത് ചെയ്യാൻ വേണ്ടി, ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുക, ബലം പ്രയോഗിക്കുക അല്ലെങ്കിൽ നിർബന്ധിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ്. In a deeper sense, the word law originates from the Latin word just means a bent or tie. ഇതൊരു അഗാധം കുറച്ച് ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഈ ലോ എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് ലാറ്റിൻ വേർഡ് എന്നാണ് പറയും. അതിൻ്റെ ലാറ്റിൻ വേർഡിൽ ലോ എന്ന് പറഞ്ഞാൽ ജസ്, അതായത് ബെൻഡ് ഓർ ടൈ, കെട്ടുക എന്നുള്ളതൊക്കെ ഒരർത്ഥമാണ്. അപ്പോൾ അതായത് ലോ മീൻസ് എ സിസ്റ്റം ഓഫ് റൂൾസ് ഹോൾഡ് ടു ബി ബൈൻഡിങ് ഓർ ഒബ്ലിഗേറ്ററി വിച്ച് എയിംഡ് അറ്റ് റിയലൈസിങ് ജസ്റ്റിസ്. അതുകൊണ്ട് തന്നെ ലോ എന്നുള്ളത് ഒരു സിസ്റ്റം ഓഫ് റൂൾസ് ആണ്. ഒരു റൂൾ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ്. അതേപോലെ തന്നെ അതിൻ്റെ ലക്ഷ്യം, ആത്യന്തികമായിട്ട് അതിൻ്റെ ലക്ഷ്യം റിയലൈസിങ് ജസ്റ്റിസ്, അവിടെ എന്താക്കുക, ഒരു നീതിബോധം ഉണ്ടാക്കുക അല്ലെങ്കിൽ നീതി കൊണ്ടുവരിക എന്നുള്ളതാണ് ലോൻ്റെ ഈ ഒരു ജസ് എന്നുള്ള മീനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഇനി വുഡ്രോ വിൽസൺ ഈ ലോനെ ഡിഫൈൻ ചെയ്യുന്നത്, law is that portion of the established thought and habit which has gained distinct and formal recognition in the shape of uniform rules backed by the authority and power of the government. വുഡ്രോ വിൽസൺ പറയുന്നത് ലോ എന്നുള്ളത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് തോട്ട്, അത് ഒരു മഹത്തായ ചിന്തയിലൂടെയും ഇതിനൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതാണ് ലോ എന്ന് പറയുന്നത്. അത് പിന്നെ ഒരു കൃത്യമായ എല്ലാം തിരിച്ചറിയുന്ന ഒരു യൂണിഫോം റൂൾസ്, ഒരു ഏകീകൃത സ്വഭാവമുള്ള റൂളുകളാണ്. അതെന്താണ്? ബാക്ക്ഡ് ബൈ, അതിനെ സപ്പോർട്ടഡ് ബൈ എന്നാണ് ബാക്ക്ഡ് ബൈ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ അതോറിറ്റി ആവട്ടെ, മറ്റ് അതോറിറ്റികളാവട്ടെ, അതോറിറ്റിയും അതേപോലെ തന്നെ ഗവൺമെൻറ് പവറുകളൊക്കെ എന്താണ്, ലോനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിനെ പിൻബലം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വുഡ്രോ വിൽസൺ പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ലോൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ്. ലോ ആകുമ്പോൾ അതിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ലോൻ്റെ പ്രധാനപ്പെട്ട ഒരു 6 ഫീച്ചേഴ്സാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്നാമത്തത്, ലോ ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ദി വിൽ ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്രസ്ഡ് ബൈ ഓൺലി കോൺസ്റ്റിറ്റ്യൂട്ട് അതോറിറ്റി. ലോ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് ലോയിലൂടെ അത് എക്സ്പ്രസ് ചെയ്യുന്നത്, അത് പുറത്ത് കാണുന്നത്. ഒരു സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ലോയിലൂടെ പുറത്തു വരുന്നത്. അത് ഒരു കോൺസ്റ്റിറ്റ്യൂട്ടഡ് അതോറിറ്റി, ഒരു ഭരണഘടനാ പ്രകാരമായ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ് അതോറിറ്റിക്കോ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി അങ്ങനെ പറയുന്ന ഒരു അതോറിറ്റിക്ക് മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആവുള്ളൂ. അടുത്തത്, ലോ ഈസ് എൻഫോഴ്സ്ഡ് ബൈ ദ സ്റ്റേറ്റ്. ലോ എന്നുള്ളത് അത് ഉണ്ടാക്കുന്നത് ആരാണ്? എൻഫോഴ്സ് ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും ആരാണ്? സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മൂന്നാമത്തത്, ലോ ഈസ് കൺസേൺഡ് ഓൺലി വിത്ത് ദ എക്സ്റ്റേണൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ആക്ഷൻസ്. ലോ കൺസേൺ ചെയ്യുന്നത് മനുഷ്യൻ്റെ ബാഹ്യമായ കാര്യങ്ങൾ മാത്രമാണ്. ബാഹ്യമായ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ലോ അതിനെ പരിഗണിക്കുന്നത്. അതിൻ്റെ ആന്തരികമായ കാര്യങ്ങളല്ല ലോ പരീക്ഷിക്കുന്നത് എന്നർത്ഥം. ലോ ഈസ് യൂണിവേഴ്സൽ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ലോ എന്നുള്ളത് അത് നമ്മൾ അപ്ലിക്കബിൾ ചെയ്തത് അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമോ അല്ലെങ്കിൽ ഒരു സമൂഹം മാത്രമോ സൊസൈറ്റി മാത്രമോ നാഷൻ മാത്രമോ അല്ല ലോനെ അംഗീകരിച്ചിട്ടുള്ളത്. ലോനെ ഡൺ ബൈ ഓൾ, യൂണിവേഴ്സൽ, അത് എല്ലാവരും ലോ എന്നുള്ള ഒരു സംഭവത്തെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ദ വയലേഷൻ ഓഫ് ലോ മേ ലീഡ് ടു പണിഷ്മെൻറ്റ്. ഇനി ലോ എന്നുള്ളത് പിന്നെ അവർ അതിനെതിരായി പ്രവർത്തിച്ചാൽ, അതിന് വയലേറ്റ് ചെയ്താൽ അത് ശിക്ഷാർഹമാണ്, പണിഷ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യും. ദ എയിം ഓഫ് ലോ ഈസ് ഇൻഡിവിജ്വൽ ആൻഡ് ജനറൽ വെൽഫെയർ. ആത്യന്തികമായി ലോ എന്നുള്ളതിൻ്റെ ലക്ഷ്യം എന്തെന്ന് പറഞ്ഞാൽ വെൽഫെയർ ആണ്. വെൽഫെയർ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെയും വ്യക്തികളുടെയും വെൽഫെയർ ആണ് ആത്യന്തികമായി ലോ ലക്ഷ്യം വെക്കുന്നത്. വെൽഫെയർ എന്ന് പറഞ്ഞാൽ ഹെൽത്ത്, ഹാപ്പിനെസ് ആൻഡ് സേഫ്റ്റി. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയോ ആരോഗ്യം, സന്തോഷം, സുരക്ഷ എന്നതൊക്കെയാണ് വെൽഫെയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്
സോഴ്സസ് ഓഫ് ലോ, എവിടെ നിന്നൊക്കെയാണ് നിയമം വരുന്നത് എന്നുള്ളതാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്. നിയമം നമ്മൾ പറഞ്ഞു, ഇങ്ങനെ രാഷ്ട്രമാണത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, എൻഫോഴ്സ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇനി എവിടെ നിന്നൊക്കെയാണ് ഈ ലോ വന്നത്, എങ്ങനെയാണ് വന്നത് എന്നൊക്കെയാണ് അതിന് കുറച്ച് 7 പോയിന്റ്സാണ് നമ്മൾ പറയുന്നത് സോഴ്സസ് ഓഫ് ലോ. അതിൽ ഒന്നാമത്തെ കസ്റ്റംസ് ആണ്. കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഇൻ എവറി കമ്മ്യൂണിറ്റി ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് ലോ ഈസ് ട്രേസബിൾ ടു ദ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസസ് ഓഫ് ദി പീപ്പിൾ. എല്ലാ കമ്മ്യൂണിറ്റിയിലും പിന്നെ അവരുടെ ഓരോ ആചാരങ്ങളുണ്ടാവും. ജസ്റ്റ് അർത്ഥം വെച്ച് പോവാണ്, അവരുടെ ഓരോ ആചാരങ്ങളുണ്ടാവും. ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്, വേർഡ് ബൈ വേർഡ് അർത്ഥം വെക്കുക എന്നല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇൻ എവറി കമ്മ്യൂണിറ്റി ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് ലോ ഈസ് ട്രേസബിൾ ടു ദ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസസ് ഓഫ് ദി പീപ്പിൾ. എല്ലാ കമ്മ്യൂണിറ്റിയിലും എന്താണ് ഏർലിയസ്റ്റ് ആണ്, ഏർലിയസ്റ്റ് ഫോം ഓഫ് ലോ. പിന്നെ മുൻകാലങ്ങളിലുള്ള എല്ലാ കമ്മ്യൂണിറ്റിയിലും എന്താണ് ഈ ലോകൾ ഉണ്ടായി, അല്ലെങ്കിൽ ലോ അല്ല, ആചാരങ്ങൾ, അവരോരോ ജനങ്ങൾക്കിടയിൽ ഓരോ ആചാരങ്ങൾ ഉണ്ടായിരുന്നു. ദീസ് പ്രാക്ടീസസ് വൺ സ്റ്റാർട്ടഡ് ഗ്രാജുവലി ബട്ട് ഇംപെർസെപ്റ്റീവ്ലി ഡെവലപ്ഡ് ബിക്കോസ് ഓഫ് ദ യൂട്ടിലിറ്റി ഓഫ് ഇൻഹേർഡ് ഇൻ ദം. ഇത് വൺ സ്റ്റാർട്ടഡ്, ദീസ് പ്രാക്ടീസസ് വൺ സ്റ്റാർട്ടഡ്, ഇത് ഒരു സ്റ്റാർട്ട് ചെയ്തു ഗ്രാജുവലി. അതെന്താണ്, അത് മെല്ലെ മെല്ലെ അതെന്താണ്, അത് ഡെവലപ്പ് ആവാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഡെവലപ്പ് ആയത്? യൂട്ടിലിറ്റി ദാറ്റ് ഇൻഹേർഡ് ഇൻ ദം. അത് ജനങ്ങൾ എന്താണ് പിന്നെ ഇങ്ങനെ നിരന്തരമായി അതിനിങ്ങനെ ഉപയോഗിച്ചതുകൊണ്ട്, ഇൻഹേർഡ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഇൻ സംതിങ് ആസ് എ പെർമനന്റ്, ഇങ്ങനെ നിരന്തരമായി ഉപയോഗിച്ചതുകൊണ്ട് അതിങ്ങനെ എന്താണ് പെർമനന്റ് ആയി, അതൊരു ആചാരമായി, ആ രാഷ്ട്രത്തിന്റെ ആചാരമായി, അല്ലെ സമുദായത്തിന്റെ സമൂഹത്തിന്റെ ആചാരമായി ഇങ്ങനെ മുന്നോട്ട് പോയി. ഇൻ ഡ്യൂ കോഴ്സ് എ പ്രാക്ടീസ് ബിക്കേം എ യൂസേജ്. എങ്ങനെയാണ് വന്നത് എന്നാണ് പറയുന്നത്. എ പ്രാക്ടീസ് ബിക്കേം എ യൂസേജ്, ഈ ആചാരങ്ങൾ അത് ഉപയോഗിക്കാൻ തുടങ്ങി, അതങ്ങനെ നടന്നു പോകാൻ തുടങ്ങി. വിച്ച് ആഫ്റ്റർ സഫിഷ്യന്റ് സ്റ്റാൻഡിങ് വാസ് ബിക്കേം എ കസ്റ്റം ആൻഡ് ദെൻ ലോ. അത് പിന്നെന്താണ് അവിടുത്തെ ഒരു സമ്പ്രദായമായി മാറി, പതിവായി മാറി. ആൻഡ് ദെൻ എ ലോ, അത് പിന്നെ ഒരു അവിടുത്തെ നിയമവുമായി മാറി. അങ്ങനെയാണ് കസ്റ്റമിന്റെ പറയുന്നത്. ഈവൻ നൗ കസ്റ്റംസ് സീം ടു പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് വെയർ ദ ലൈഫ് ഓഫ് ദി പീപ്പിൾ ഇൻ ക്വൈറ്റ് സിമ്പിൾ. ജനങ്ങളുടെ ഒരു ലളിതമായ ജീവിതത്തിലേക്ക് ഇത് വലിയ ഒരു റോള് വഹിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു കസ്റ്റംസ്. The law of today is based on the customs of the people, a translation of an age-old established practice into specific written terms by the state. ഇത് കസ്റ്റംസ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. നിയമങ്ങൾ വരുന്നതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ആയാലും ഏതായാലും ഈ ഒരു കസ്റ്റംസിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ലോ ഉണ്ടാക്കുന്നത്. ഒരു ആചാരമായിട്ട് അത് പിന്തുടരുന്ന കാര്യം പിന്നീട് ആ സ്റ്റേറ്റ് അതൊരു നിയമമാക്കി, അല്ലെങ്കിൽ ആ നാട്ടിൽ അതൊരു ആചാരമായി, അതൊരു ലോ ആയി പിന്നീട് മാറുകയും ചെയ്യാണ്. ഇനി കസ്റ്റംസ് പറഞ്ഞു. ഇനി റിലീജിയൻ ആണ്, റിലീജിയൻ ബേസ്ഡിലാണ് അടുത്തത്. റിലീജിയൻ, ദ കസ്റ്റംസ് ഫൈൻഡ് ഇറ്റ് സാങ്ഷൻ ഇൻ ദ റിലീജിയസ് ബുക്സ് ഓഫ് ദി പീപ്പിൾ. ഈ കസ്റ്റംസ്, ഈ ആചാരങ്ങളൊക്കെ അതിൻ്റെ സാങ്ഷൻ കിട്ടുന്നത്, ഈ ആചാരങ്ങൾ വെറുതെ ഒരു ആചാരം ഉണ്ടാവുകയല്ല, ആ ആചാരങ്ങൾ ഉണ്ടാവുന്നത് റിലീജിയസ് ബുക്സ്, നമ്മുടെ മതപരമായ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാവും, ഏടുകൾ, അങ്ങനത്തെ അതിൽ നിന്നൊക്കെയാണ് ഈ കസ്റ്റംസിന് സാങ്ഷൻ കിട്ടുന്നത്. സിൻസ് ടൈം ഇമ്മോറിയൽ പീപ്പിൾ ഹാവ് എയ്തർ ഫെയ്ത്ത് ഇൻ ഗോഡ് ഓർ സം സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ആൻഡ് ദേ ട്രൈ ടു ലേ ഡൗൺ റൂൾസ് ഫോർ ദ റെഗുലേഷൻ ഓഫ് ദെയർ ബിഹേവിയർ. ഈ ഇമ്മമോറിയൽ പീപ്പിൾ, ഈ പുരാതന കാലം മുതലുള്ള ആളുകളൊക്കെ ഒന്നിൽ ദൈവത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അമാനുഷിക ശക്തിയിലൊക്കെ വിശ്വസിച്ച്, അതേപോലെ അവർ ട്രൈ ടു ലേ ഡൗൺ റൂൾസ് ഫോർ ദ റെഗുലേഷൻ ഓഫ് ദെയർ ബിഹേവിയർ. അവരെ പെരുമാറ്റച്ചട്ടങ്ങൾക്കായി അവർ പിന്നെ നിയമങ്ങൾ സ്ഥാപിക്കാനൊക്കെ ട്രൈ ചെയ്തിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇൻ കോഴ്സ് ഓഫ് ടൈം മോസ്റ്റ് ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് റിലീജിയസ് ലോ ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഇൻ ടേംസ് ഓഫ് സ്പെസിഫിക് റൂൾസ്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ഒരു സമയത്ത് പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട തത്വങ്ങളൊക്കെ അത് സ്റ്റേറ്റ് അതിനെ പഠിക്കുകയും അതിനെ വിശദീകരിച്ച് എന്താണ് അതൊരു ലോന്റെ ഒരു പ്രധാന നിയമങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ പറയുന്നത്. ഇനി അഡ്ജുഡിക്കേഷൻ ആണ്. അഡ്ജുഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ന്യായവിചാരം. ആസ് എ പ്രോസസ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ബിക്കം മോർ ആൻഡ് മോർ കോംപ്ലക്സ്, ദ ഫോഴ്സ് ഓഫ് കസ്റ്റംസ് ഡിക്ലൈൻഡ്. ഇത് ഈ സാമൂഹ്യ സംഘടനകളുടെയൊക്കെ ഒരു വരവ്, സാമൂഹ്യ സംഘടനകൾക്ക് വരവ് ഒരു കൂടുതൽ കോംപ്ലിക്കേഷൻസ് അവിടെ ഉണ്ടാക്കി. അതിൻ്റെ പിന്നെ ഈ ഒരു സാമൂഹ്യ സംഘടനകളൊക്കെ വന്ന് ഈ കസ്റ്റംസ് ഒക്കെ പറ്റൂല, അതൊക്കെ മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ കസ്റ്റംസിനെ ഡിക്ലൈൻ ചെയ്തു. ഡിസ്പ്യൂട്ട്സ് എമംഗ് ദ പീപ്പിൾ ബേസ്ഡ് ഓൺ ദെയർ കസ്റ്റംസ് വെർ റെഫേർഡ് ടു ദ ജഡ്ജസ്. ഇങ്ങനെ ജനങ്ങളുടെ ഇവരെ ഈ ആചാരങ്ങൾക്കനുസരിച്ച് ഈ ഡിസ്പ്യൂട്ട്സ്, അവരുടെ ജനങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് അത് റെഫേർഡ് ടു ദ ജഡ്ജസ്. ജഡ്ജസ് അതിനെ റെഫർ ചെയ്യും. ജഡ്ജസ് എന്ന് പറഞ്ഞാൽ ദ വൈസസ്റ്റ് മെൻ ഓഫ് ദി കമ്മ്യൂണിറ്റി. ആ ഒരു കമ്മ്യൂണിറ്റിയുള്ള, ആ ഒരു സമുദായത്തിലുള്ള
അറിവുള്ള കുറച്ച് പുരുഷന്മാരാണ് ഈ ജഡ്ജസ് എന്ന് അന്നുണ്ടായിരുന്നത്. ഹു ഡെലിവേർഡ് വേർഡിക്സ് ടു സെറ്റിൽ ദ പോയിന്റ്സ് ഇൻ ക്വസ്റ്റ്യൻ. അവർ പിന്നെ അവരുടെ പിന്നെ ആ പ്രശ്നം ഉണ്ടാക്കിയവരൊക്കെ വിളിച്ച് അത് ജഡ്ജ് ചെയ്യും, അതാണ് അവിടെ പറയുന്നത്. ലേറ്റർ ദെയർ ഡിസിഷൻസ് കെയിം ടു ഹാവ് എ സ്പെഷ്യൽ സാങ്സിറ്റി ആസ് ദർ വെർ ഗിവൻ ഇൻ റൈറ്റിംഗ് ദേ കെയിം ടു ബി നോൺ ആസ് കേസ് ലോ. അങ്ങനെ അവരൊക്കെ ഇങ്ങനെ ജഡ്ജസിന്റെ ആ രീതികളൊക്കെ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ തീരുമാനമൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ് അതൊക്കെ ഒരു അംഗീകാരം കിട്ടാൻ തുടങ്ങി അവരുടെ ആ തീരുമാനങ്ങൾക്കൊക്കെ. അങ്ങനെ അതൊരു റിട്ടേൺ രീതിയിലേക്ക് വരികയും അത് പിന്നെ ഒരു കേസ് ലോ എന്നുള്ള രീതിയിൽ ഒരു നിയമമായിട്ട് മാറുകയും ചെയ്യാം. ഈ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മോറൽ ജസ്റ്റിസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അനദർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ലോ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഇക്വിറ്റി, ആൻ ഇൻഫോർമൽ മെത്തേഡ് ഓഫ് മേക്കിംഗ് ന്യൂ ലോ ഓർ ആൾട്ടറിങ് ആൻ ഓൾഡ് വൺ ഡിപ്പെൻഡിങ് ഓൺ ഇക്വാലിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഇത് പറഞ്ഞാൽ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആണ്, ലോൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇതൊരു ഇൻഫോർമൽ മെത്തേഡാണ് പുതിയ ലോ ഒക്കെ ഉണ്ടാക്കാൻ. ഇത് പറഞ്ഞാൽ പഴയ ഒരു ലോനെ ഇക്വാലിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എല്ലാവർക്കും സമത്വം കിട്ടണം എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലുള്ള അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പുതിയ പഴയയിൽ നിന്നൊക്കെ പുതിയ ലോകൾ ഉണ്ടാക്കുന്നതാണ്. ഇൻ സിമ്പിൾ വേർഡ്സ് ഇറ്റ് മീൻസ് ഇക്വിറ്റി ഓർ നാച്ചുറൽ ജസ്റ്റിസ് ഇൻ കേസസ് വെയർ ദ എക്സിസ്റ്റിംഗ് ലോ ഡസ് നോട്ട് അപ്ലൈ പ്രോപ്പർലി ആൻഡ് ജഡ്ജ്മെന്റ് ഹാസ് ടു ബി ഗിവൻ അക്കോർഡിംഗ് ടു കോമൺ സെൻസ് ഓർ ഫെയർനെസ്. ഒരു ലളിതമായി പറഞ്ഞാൽ ഇക്വിറ്റി എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഇക്വിറ്റി ഓർ നാച്ചുറൽ ജസ്റ്റിസ് അത് രണ്ടും അതിന് ഒരേ അർത്ഥമാണ്. ഇത് ഒരു രാജ്യത്ത് ഒരു നിയമങ്ങളൊന്നും അവിടെ പ്രോപ്പർലി കൃത്യമായി അപ്ലൈ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ അപ്പോൾ എന്താണ് ഈ ജഡ്ജ്മെന്റ് നമ്മൾ പറഞ്ഞ ജഡ്ജസിൻ്റെ ഒക്കെ ഈ ജഡ്ജ്മെന്റ് നടക്കും. ജഡ്ജസിൻ്റെ അല്ല അവിടെ പിന്നെ കോമൺ സെൻസിന്റെ അടിസ്ഥാനത്തിലും ഫെയർനെസ് നീതിന്റെ അടിസ്ഥാനത്തിലൊക്കെ അവിടെ ജഡ്ജ്മെന്റ് നടക്കും. അങ്ങനെ ഉണ്ടാകുന്ന അങ്ങനെയാണ് ഈ ഒരു ഇക്വിറ്റിന്റെ അടിസ്ഥാനത്തിൽ ലോ ഉണ്ടാകുന്നത്. ദ അബ്സെൻസ് ഓഫ് പോസിറ്റീവ് ലോ ജഡ്ജസ് ഡിസൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർനെസ് ഓർ നാച്ചുറൽ ജസ്റ്റിസ്. ഇങ്ങനെ പിന്നെ ഒരു കേസ് വന്നാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ലോ നമ്മുടെ ഇല്ലെങ്കിൽ അപ്പോൾ ജഡ്ജസ് എന്താണ് അതിനെ നീതിപൂർവം അതിനെ നോക്കിയിട്ട് പിന്നെ നീതിപൂർവമുള്ളൊരു ലോ അവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി ലെജിസ്ലേഷനാണ്. ലെജിസ്ലേഷൻ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ നിയമം ഉണ്ടാക്കുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ലോ ഈസ് ലെജിസ്ലേഷൻ. ഇറ്റ് മീൻസ് പ്ലേസിംഗ് ഓഫ് എ സ്പെസിഫിക് റൂൾ ഓൺ ദ സ്റ്റാറ്റ്യൂട്ട് ബുക്ക് ഓഫ് ദി ലാൻഡ് വിച്ച് റിഫ്ലക്ട്സ് ദ വിൽ ഓഫ് ദി സ്റ്റേറ്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇതാണ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്, നിയമനിർമ്മാണം. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പിന്നെ നിയമം ഉണ്ടാക്കുന്നു, എന്നിട്ട് അത് ഒരു സ്റ്റാറ്റ്യൂട്ട് ബുക്കിൽ ഉണ്ടാവും വേണം. എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ നിയമഗ്രന്ഥം എന്നാണ്. അത് പിന്നെ ആ രാഷ്ട്രത്തിൻ്റെ ആ സ്റ്റേറ്റിൻ്റെ പിന്നെ പ്രവർത്തനങ്ങളൊക്കെ പിന്നെ അതിലൂടെ ആയിരിക്കും. ദ നോട്ടീസബിൾ പോയിന്റ് അറ്റ് ദിസ് സ്റ്റേജ് ഈസ് ദാറ്റ് വിത്ത് ദ പേസ് ഓഫ് political development, legislation has become the most important source that has outplaced the significance of other traditional forces like customs and religion. ഇത് പിന്നെ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പേസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ രാഷ്ട്രീയപരമായ വികസനം ഇതിൽ നിന്നുണ്ടായി. അതേപോലെ തന്നെ ഈ ലെജിസ്ലേഷന് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സായി വന്നതോടെ അതെന്തായി ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ കസ്റ്റംസ് റിലീജിയൻ അതിൽ നിന്നൊക്കെ എടുത്ത് ലോ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഔട്ട്പ്ലേസ് ചെയ്തുകൊണ്ടാണ് പിന്നെ ഈ ഒരു ലെജിസ്ലേഷൻ എന്നുള്ളത് വന്നത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ സ്റ്റാൻഡേർഡ് വർക്ക്സുകളാണ്. സ്റ്റാൻഡേർഡ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ ദ സോഴ്സ് ഓഫ് ലോ മേ ഓൾസോ ബി ട്രേസ്ഡ് ഇൻ സയന്റിഫിക് കമന്ററീസ് ഇൻ വിച്ച് ലീഡിംഗ് തിങ്കേഴ്സ് ജൂറീസ് ആൻഡ് സ്റ്റേറ്റ്സ്മെൻ എക്സ്പ്രസ് ദെയർ വ്യൂസ് ഓൺ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓഫ് ലോ ആൻഡ് വിച്ച് വെൻ റെക്കഗ്നൈസ്ഡ് ആസ് ട്രീറ്റഡ് ആസ് ഇമ്പോർട്ടൻറ്റ്. ഈ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ പിന്നെ പണ്ട് ആ സമയത്തുണ്ടായിരുന്ന ചിന്തകന്മാരും അതേപോലെ തന്നെ ജൂറിമാർ ന്യായാധിപന്മാരും അതേപോലെ സ്റ്റേറ്റ്സ്മാൻ ഒരു എക്സ്പീരിയൻസ്ഡ് പൊളിറ്റിക്കൽ ലീഡറാണ് സ്റ്റേറ്റ്സ്മാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോക്കെ കൂടെ ഓരോ കാര്യത്തിൽ പിന്നെ ഓരോ ചിന്തകളും ഓരോ കാഴ്ചപ്പാടുകളൊക്കെ പറയും. അങ്ങനെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ലോയില് വന്നു. അങ്ങനെ അത് റെക്കഗ്നൈസ് ചെയ്തു, അത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് അതൊരു ലോ ആയിട്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ രീതിയിലാണ് വിധിക്കുക. Their opinion were accepted by the courts and also incorporated into the law of the land. അപ്പോൾ അവരുടെ ഈ അഭിപ്രായങ്ങളൊക്കെ ഇതൊക്കെ അവരുടെ അഭിപ്രായങ്ങളാണ് സ്റ്റാൻഡേർഡ് വർക്ക്സിലൂടെ അവരുടെ വർക്ക്സിലൂടെ അവർ പറയുന്നത്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ കോടതികളൊക്കെ അംഗീകരിച്ചു, മറ്റുള്ള എല്ലാവരും അതിൽ സഹകരിച്ചു. അത് അവിടുത്തെ ആ സ്ഥലത്തെ ഒരു നിയമമായിട്ട് മാറി. ഇനി റോമൻ ലോ എന്ന് പറഞ്ഞാൽ റോമൻ ലോ ഈസ് ദ ലീഗൽ സിസ്റ്റം ഓഫ് ഏൻഷ്യൻ്റ് റോം. അത് പുരാതന റോമിലെ
ഒരു ലീഗൽ സിസ്റ്റമാണ്, വ്യവസ്ഥയാണ്. ആൻഡ് ദ ലീഗൽ ഡെവലപ്മെന്റ്സ് വിച്ച് ഒക്യൂർഡ് ബിഫോർ ദ 7th century AD, ദ റോമൻ ലോ ഓർഡേഡ് ബൈ എംപറർ ജസ്റ്റീനിയൻ ഐ നോൺ ആസ് ദ ജസ്റ്റീനിയൻ കോഡ് വാസ് എഫക്റ്റീവ് ഇൻ ദ ഈസ്റ്റേൺ റോമൻ, അത് ബൈസന്റൈൻ. പിന്നെ ഇവിടെ റോമൻ ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജസ്റ്റീനിയൻ ചക്രവർത്തി ഉണ്ടാക്കിയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ജസ്റ്റീനിയൻ കോഡ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ പ്രവർത്തനങ്ങളൊക്കെ ജസ്റ്റീനിയൻ കോഡ് എന്നുള്ള രീതിയിലാണ് പിന്നെ അറിയപ്പെട്ടത്. അത് ഈസ്റ്റേൺ റോം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബൈസന്റൈൻ ഇന്നത്തെ തുർക്കി, ബൈസന്റൈൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തുർക്കിയാണ്. അപ്പോൾ ആ റോമൻ ലോന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഈ ജസ്റ്റീനിയൻ കോഡ് റോമൻ ലോന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ കുറേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾസോ സെർവ്ഡ് ആസ് എ ബേസിസ് ഫോർ ലീഗൽ പ്രാക്ടീസ് ഇൻ കോണ്ടിനെന്റൽ യൂറോപ്പ് ആസ് വെൽ ആസ് ഇൻ മോസ്റ്റ് ഓഫ് ഫോർമർ കോളനീസ് ഇൻ ഓഫ് യൂറോപ്യൻ നേഷൻസ് ഇൻക്ലൂഡിംഗ് ലാറ്റിൻ അമേരിക്ക, അതേപോലെ തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, അതേപോലെ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലൊക്കെ എന്താണ് ഈ റോമൻ ലോന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ, ഈ റോമൻ ലോന്റെ ബേസിലാണ് ലോകളൊക്കെ ഇതാക്കിയത്. ടുഡേ ദ പ്രൊവിഷൻസ് ഓഫ് റോമൻ ലോ വെർ ഫിറ്റഡ് ഇൻ ടു എ മോർ കൊഹിറന്റ് സിസ്റ്റം ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ ദ നാഷണൽ ലാംഗ്വേജ്. ദേ വെർ ക്ലാസിഫൈഡ് ഇൻ ടു ഓക്കെ. അപ്പോൾ ഇത് റോമൻ ലോ ഇന്ന് പല ഭാഗത്തും എന്താണ് അവിടെ രാഷ്ട്രഭാഷയായിട്ടും ഒക്കെ ആ ഒരു ലീഗൽ സിസ്റ്റം ഒക്കെ അതേപടി കോപ്പി ചെയ്തിട്ടൊക്കെ ഉണ്ട്. ദേ വെർ ക്ലാസിഫൈഡ്, ഈ റോമൻ ലോ വേർതിരിച്ചിട്ടുണ്ട് ഇൻ ടു ജസ്റ്റ് സിവിൽ, ജസ്റ്റ് ജെന്റിയം, ജസ്റ്റ് നാച്ചുറൽ, ഇങ്ങനെ 3 രീതിയിൽ പിന്നെ തരംതിരിച്ചിട്ടുണ്ട്. ജസ്റ്റ് സിവിൽ എന്ന് പറഞ്ഞാൽ സിറ്റിസൺ ലോ, അതേപോലെ ജസ്റ്റ് ജെന്റിയം എന്ന് പറഞ്ഞാൽ ലോ ഓഫ് പീപ്പിൾസ്, ജസ്റ്റ് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോ. ഓക്കെ, ഇങ്ങനെയാണ് 3 രീതിയിലാണ് റോമൻ ലോ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു റോമൻ ലോ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക പോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഈ റോമൻ ലോന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നിയമങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ജസ്റ്റീനിയൻ ചക്രവർത്തിൻ്റെ കാലത്തുള്ള ജസ്റ്റീനിയൻ കോഡ് പ്രകാരമുള്ള ലോകളാണ് ഇതൊക്കെ. ഇനി നമ്മൾ പറയുന്നത് നിയമത്തിൻ്റെ ഡയമെൻഷൻസ്, അതിൻ്റെ ഇനങ്ങളൊക്കെയാണ്. ഈ ലോ എന്ന് പറയുന്നത് കുറച്ച് ഓരോ കാര്യങ്ങൾക്കും ഓരോ ലോ ആണ്, എല്ലാത്തിനും ഒറ്റ ലോ പറ്റൂലല്ലോ. അപ്പോൾ ഇതിൻ്റെ ചിന്തകാരന്മാരൊക്കെ ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ ഓരോ കേസിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അതേപോലെ ഓരോ ടെറിട്ടറീൻ്റെ അടിസ്ഥാനത്തിൽ നിയമത്തെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് ഇതാണ് പറയുന്നത്. നാച്ചുറൽ ലോ ഈസ് ലോ ഓഫ് നാച്ചർ ഈസ് ബീങ് ഓതറൈസ്ഡ് ബൈ നാച്ചർ ആൻഡ് നോട്ട് ദ ക്രിയേഷൻ ഓഫ് മാൻ. നാച്ചുറൽ ലോ എന്ന് പറഞ്ഞാൽ പിന്നെ അത് പ്രകൃതി അത് ഉണ്ടായതാണ്, അത് മനുഷ്യന്മാർ ഉണ്ടാക്കിയതൊന്നല്ല. ദ ഡിക്റ്റേറ്റ്സ് ഓഫ് നാച്ചുറൽ ലോ ആർ അണ്ടർസ്റ്റാൻഡബിൾ ബൈ ദ റാഷണാലിറ്റി ഓഫ് മാൻ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റിട്ടൺ ഇൻ ഫോം. ഈ നാച്ചുറൽ ലോന്റെ ഒരു കൺട്രോൾ, ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. എന്തിൻ്റെ ബേസിലാണ്? ഈ നമ്മുടെ യുക്തിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഇമോഷൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പിന്നെ നമുക്കത് മനസ്സിലാവും. അത് ഒരു റിട്ടൺ ഫോമിലുള്ള ലോ ഒന്നല്ല, അല്ലാതെ തന്നെ നമുക്കത് മനസ്സിലാവും. ഇനി പോസിറ്റീവ് ലോ, ദ ലോ ഓഫ് സ്റ്റേറ്റ് ഓർ പോസിറ്റീവ് ലോ ഈസ് കോൺക്രീറ്റ് ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ്സ് ക്രിയേറ്റഡ് മാൻ. നമ്മൾ ഈ നാച്ചുറൽ ലോ എന്ന് പറഞ്ഞു അത് മനുഷ്യന്മാരുണ്ടാക്കിയതല്ല. പോസിറ്റീവ് ലോ മനുഷ്യന്മാരുണ്ടാക്കിയാണ്. ഇറ്റ് ഈസ് റിട്ടൺ ഫോം ആൻഡ് ഹാസ് ഇറ്റ്സ് പ്ലേസ് ഇൻ ടു ദ സ്റ്റാറ്റ്യൂട്ട് ബുക്ക്. ഇത് ഒരു റിട്ടൺ ഫോമിലാണ്, മാത്രമല്ല നമ്മൾ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ട് ബുക്കിൽ, നിയമഗ്രന്ഥത്തിൽ അത് ഉണ്ടാവുകയും ചെയ്യും. വൈൽ പോസിറ്റീവ് ലോ ഹാസ് ഇൻ ആക്ഷൻ റെസ്പെക്ട് ഫോർ ഓർ ഫിയർ ഓഫ് സം സൂപ്പർ നാച്ചുറൽ പവർ സോവറിൻ അതോറിറ്റി എൻഫോഴ്സസ് ദ ലാറ്റർ. ഇത് ഒരു ജനങ്ങളുടെ മേൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഗ്രൂപ്പുകളുടെ മേലൊക്കെ പിന്നെ എന്താണ് ഇത് ഓരൊക്കെ എന്താണ് ഇത് സാങ്ഷൻ, ഓരൊക്കെ അംഗീകാരവും റെസ്പെക്റ്റ് ഒക്കെ ഇതിനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഫോർ ദിസ് റീസൺ ടു ഇറ്റ്സ് കോൾഡ് ഡിറ്റർമിനേറ്റ് ഓർ പോസിറ്റീവ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിനെ ഡിറ്റർമിനേറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞു, നല്ല നിയമമാണ് എന്നുള്ള ഒരു രീതിയിലാണ്. ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് ലോ. ഫോർ ഇറ്റ്സ് ടേംസ് ആർ ക്വൈറ്റ് സ്പെസിഫിക് ആൻഡ് ബൈൻഡിങ്. In national law, a law formulated by the sovereign authority and applicable to the people living under its territorial jurisdiction is called national law. ഈ നാഷണൽ ലോ എന്ന് പറഞ്ഞാൽ ഒരു പരമാധികാര രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെറിട്ടറിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ജനങ്ങൾ, ഒരു ടെറിട്ടറി, ഇപ്പോൾ ഇന്ത്യ എടുത്താൽ അല്ലെങ്കിൽ അങ്ങനെ എടുത്താൽ ഒരു ടെറിട്ടറി, അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഉണ്ടാവില്ല. പിന്നെ ഒരു ടെറിട്ടറിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാക്കിയ ലോ ആണ്. അപ്പോൾ അവരിത് അനുസരിക്കൽ നിർബന്ധമായിരിക്കും. ഇറ്റ് ഡിറ്റർമൈൻസ് ദ പ്രൈവറ്റ് ലോ ആൻഡ് പബ്ലിക് റിലേഷൻ ഓഫ് ദി പീപ്പിൾ ലിവിങ് ഇൻ എ സ്റ്റേറ്റ്. ഇത് പിന്നെ നാഷണൽ ലോ ഹാസ് ദ ഫോഴ്സ് ഓഫ് സോവറിൻ അതോറിറ്റി ആൻഡ് ദെയർ ബൈ എൻഫോഴ്സബിൾ ഇൻ നാച്ചർ. അപ്പോൾ ഈ നാഷണൽ ലോ എന്ന് പറഞ്ഞാൽ ഒരു ടെറിട്ടറിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് ഉള്ളതായിരിക്കും, അവിടുത്തെ ജനങ്ങൾക്കുള്ള നിയമങ്ങളാണ്. ഇത് ഒരു സോവറിൻ അതോറിറ്റി, പരമാധികാര, ഇപ്പോൾ ഗവൺമെൻറ് ഒക്കെ ഇതിനെന്താണ്
എൻഫോഴ്സ് ചെയ്യും, ഇത് അനുസരിക്കൽ നിർബന്ധമാണ് എന്ന് അർത്ഥം. ഇനി ഇന്റർനാഷണൽ ലോ, ദിസ് ലോ റെഗുലേറ്റ്സ് ദ കണ്ടക്ട് ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദർ ഇന്റർകോഴ്സ് വിത്ത് ഈച്ച് അതർ. ദീസ് ലോസ് ആർ ഫ്രെയിംഡ് ബൈ എനി സോവറിൻ ലോ മേക്കിംഗ് അതോറിറ്റി നോർ ഇറ്റ്സ് ദെയർ സോവറിൻ അതോറിറ്റി ടു എൻഫോഴ്സ് ദ ലോസ്. ഇന്റർനാഷണൽ ലോ എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ മൊത്തത്തിൽ ആശയം പറയാണ്. പിന്നെ ഇന്റർനാഷണൽ ലോ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ നമ്മൾ നാഷണൽ ലോ പറഞ്ഞാൽ ഒരു ടെറിട്ടറിൻ്റെ ഉള്ളിൽ, എന്നാൽ ഇന്റർനാഷണൽ ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടെറിട്ടറി അല്ല, അങ്ങനെ പല സ്റ്റേറ്റുകളൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കിയ ഒരു ലോ ആണ്. ലോ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഒരാളെ അനുസരിക്കൽ നിർബന്ധിപ്പിക്കാൻ പറ്റില്ല. ഇത് പക്ഷേ എന്താണ്, മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ അംഗീകരിച്ച ഒരു നല്ല ഒരു ലോ ആയിട്ടാണ് ഇന്റർനാഷണൽ ലോനെ കാണുന്നത്. ഇതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നത് പിന്നെ ഇത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത ഒരു ലോ ആണ് ഇന്റർനാഷണൽ ലോ. അതായത് that the plane of no foreign country can fly over the territory of any country without seeking its permission. This international law is universally accepted by all the countries of the world. ഒരു ഇപ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങളിലെ ഇതൊക്കെ അതിൻ്റെ മേലെ കൂടെ പ്ലെയിന് പറത്തരുത്, അവരുടെ സമ്മതമില്ലാതെ പറത്തരുത്, പിന്നെ അതായത് ഒക്കെ ഒരു സുരക്ഷാന്റെ ഭാഗമായിട്ടാണ് അതൊക്കെ. ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ളതാണ് ഇന്റർനാഷണൽ ലോന്റെ ഇതിൽ വരുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ് ആർ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആർ എൻഫോഴ്സ്ഡ് ബൈ കോർട്സ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ് ആർ ബേസിക് ലോസ് അക്കോർഡിംഗ് ടു വിച്ച് ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് കണ്ടക്ട്സ് ഇറ്റ് സെൽഫ്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് പറഞ്ഞാൽ അത് കോടതികൾ അത് ചെയ്യാൻ നിർബന്ധിക്കും, അത് ഭരണഘടനാ പ്രകാരമായിട്ടുള്ളതാണ്. ഇത് അടിസ്ഥാനപരമായി ഗവൺമെന്റിന്റെയും സ്റ്റേറ്റൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഉള്ളത് കൊണ്ടാണ്. ചുരുക്കത്തിൽ ലോസ് ദാറ്റ് ഡിഫൈൻ, ഇന്റർപ്രറ്റ് ആൻഡ് റെഗുലേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദി ഗവൺമെന്റ് ആർ നോൺ ആസ്. ഇത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ പിന്നെ ഡിഫൈൻ ചെയ്യുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും മനസ്സിലാക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതൊക്കെ എന്താണ്, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഹാസ് ഹയർ സ്റ്റാറ്റസ് than the ordinary law. The constitutional law may be written or unwritten on accounting being in the form of well established practices. ഇത് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ എന്ന് പറഞ്ഞാൽ അത് എഴുതിയ രൂപത്തിലോ എഴുതാത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഓരോ രാഷ്ട്രത്തിന്റെ ഇതിലാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡ്രാഫ്റ്റ്സ് ദ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ നിയമനിർമ്മാണ സഭ ഇത് പിന്നെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതാക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് വരുന്നത്? ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സുപ്രീം കോർട്ട്, അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസിൽ വരുന്നത്. ഇനി ഓർഡിനറി ലോ എന്താണ്? ഓർഡിനറി ലോ, ദ ലോസ് ദാറ്റ് ആർ നോട്ട് റിലേറ്റഡ് ടു ദ ഫോംസ് ഓഫ് ഫങ്ഷൻസ് ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് to the fundamental rights but are related to social and economic affairs of all citizens are non ordinary laws. ഓർഡിനറി ലോ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പിന്നെ ഈ മൗലിക അവകാശങ്ങൾ അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല, പക്ഷേ ഒരു മനുഷ്യന്റെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഓർഡിനറി ലോ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓർഡിനറി ലോസ് ആർ ക്രിയേഷൻസ് ഓഫ് ലെജിസ്ലേച്ചർ ഓർ സം അതോറിറ്റി ഹാവിംഗ് ഡെലിഗേറ്റ് പവേഴ്സ്. ഈ ഓർഡിനറി ലോസ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ചിലപ്പോൾ നിയമനിർമ്മാണ സഭ ഉണ്ടാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു ഡെലിഗേറ്റ് പവറുള്ള, ഉന്നത പദവിയുള്ള, അല്ലെങ്കിൽ ഉന്നത അധികാരമുള്ള, അല്ലെങ്കിൽ സമൂഹത്തിലൊരു നിലയും ഇതൊക്കെയുള്ള ഒരു ചിന്തകനോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാക്കിയതായിരിക്കും. ഇതൊക്കെ എന്താണ്, അംഗീകരിക്കുകയും ചെയ്യും. അതിന് ഉദാഹരണം പറയുന്നത് അബോളിഷൻ ഓഫ് ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം, അതുപോലെ പ്രോപ്പർട്ടി ലോസ്, നമ്മുടെ മൗലികാവകാശങ്ങൾ ഉള്ളതായിരുന്നു, അത് പിന്നീട് നീക്കി പ്രോപ്പർട്ടി ലോസ്. ഇതൊക്കെയാണ് പിന്നെ ഈ ഓർഡിനറി ലോസിന്റെ ഉദാഹരണങ്ങൾ. ഓർഡിനറി ലോസ് സ്റ്റാറ്റ്യൂട്ട് ലോസ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സിവിൽ ആൻഡ് ക്രിമിനൽ ലോ. രണ്ട് കുറ്റങ്ങളാണ്, സിവിൽ ക്രൈമും സിവിൽ കുറ്റങ്ങളും അതേപോലെ തന്നെ ക്രിമിനൽ കുറ്റങ്ങളും. സിവിൽ ലോ ഡീൽസ് വിത്ത് ദ സിവിൽ റോങ്സ് കമ്മിറ്റഡ് ബൈ എ പേഴ്സൺ ഗോയിങ് ടു ഹാം ഇൻട്രസ്റ്റ് ഓഫ് അനദർ ലൈഫ്. സിവിൽ ലോ കണ്ടക്ട് ചെയ്യുന്നത് സിവിൽ പരമായിട്ടുള്ള തെറ്റുകൾ. സിവിൽ തെറ്റുകൾ എന്ന് പറഞ്ഞാൽ നോൺ പേയ്മെന്റ് ഓഫ് ഡ്യൂസ് ഓർ ദ വയലേഷൻ ഓഫ് ദി ടേംസ് ഓഫ് കോൺട്രാക്ട്. രണ്ട് വ്യക്തികളായിട്ടുള്ള കോൺട്രാക്ട് തെറ്റിക്കുക, അല്ലെങ്കിൽ അവരുടെ പൈസ പരമായിട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളതൊക്കെയാണ്. പിന്നെ അല്ലെങ്കിൽ നോൺ പേയ്മെന്റ് ഓഫ് ഡ്യൂസ്, ഒരു സംഭവം വാങ്ങി അതിന് നമ്മൾ പേയ്മെന്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ കോൺട്രാക്ട് തെറ്റിക്കുക, ഇതൊക്കെയാണ് സിവിൽ നിയമങ്ങൾ, സിവിൽ കുറ്റങ്ങൾ. അപ്പോൾ അതിനുള്ളതാണ് സിവിൽ നിയമങ്ങൾ. ഇനി അതേപോലെ തന്നെ ക്രിമിനൽ ലോ എന്ന് പറഞ്ഞാൽ ഒരാളെ പിന്നെ തട്ടിക്കൊണ്ടുപോവുക, അല്ലെ പിന്നെ കൊല്ലുക, കളവ് നടത്തുക, ഇതൊക്കെയാണ് ക്രിമിനൽ ലോ എന്ന് പറയുന്നത്. ഇതിന് എന്താണ്, ഇത് രണ്ടിനും വ്യത്യസ്ത കോടതിയൊക്കെയാണ്. അതാണ് സിവിൽ ലോ, ക്രിമിനൽ ലോ. ഈ പ്രൈവറ്റ് ലോ ഡിറ്റർമൈൻസ് ദ റിലേഷൻ ഓഫ് സിറ്റിസൺസ് ടു വൺ അനദർ. ദേ റെഗുലേറ്റ് ദ റിലേഷൻ എമംഗ് ഇൻഡിവിജ്വൽസ്. In private law, says Holland, the parties concerned are private individuals above and between whom stands the state as impartial arbiter. ഈ പ്രൈവറ്റ് ലോയിൽ
ഈ പിന്നെ അതൊരു രണ്ട് വ്യക്തികളായിട്ടുള്ള റിലേഷനാണ്, അല്ലെങ്കിൽ രണ്ട് വ്യക്തികളായിട്ടുള്ള റിലേഷനാണ്. ഇതിൽ പിന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പാർഷ്യൽ ആർബിറ്റ്, അവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യാനുള്ള ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലക്ക് മാത്രമായിരിക്കും. അല്ലാതെ സ്റ്റേറ്റിന് ഇതിൽ വലിയ എൻഫോഴ്സ് ചെയ്യാനോ മറ്റുള്ള റോളൊന്നുമില്ല. അവരുടെ ഇടയിലുള്ള ഒരു ആർബിറ്ററായിട്ട്, മധ്യസ്ഥനായിട്ട് പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരു സെറ്റിൽ ചെയ്യുന്ന ഒരാളായിട്ട് ഗവൺമെന്റ് ഉണ്ടാവും, രണ്ട് വ്യക്തികൾ തമ്മിലുള്ളത്. ഇനി പബ്ലിക് ലോ ഈസ് കൺസേൺഡ് വിത്ത് ആൻ ഓർഗനൈസേഷൻ ഓഫ് ദി സ്റ്റേറ്റ്, ദ ലിമിറ്റ്സ് ഓൺ ദ ഫങ്ഷൻസ് ഓഫ് ദി ഗവൺമെന്റ് ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് സിറ്റിസൺ. ഈ പബ്ലിക് ലോ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞത് വ്യക്തികളാണ്, പ്രൈവറ്റ് ലോ. ഇനി പബ്ലിക് ലോ എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രത്തിലെ സംഘടനകളായിരിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ചില പ്രവർത്തനങ്ങളെ പറ്റിയിട്ടായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഇതാണ് പബ്ലിക് ലോ. ഇൻ പബ്ലിക് ലോ ഓൾസോ ദ സ്റ്റേറ്റ് ഈസ് പ്രസന്റ് ആസ് ആൻ ആർബിറ്റർ, ഓൾദോ ഇറ്റ് ഈസ് ദ സെയിം ടൈം വൺ ഓഫ് ദി പാർട്ടീസ് ഇൻട്രസ്റ്റഡ്. ഇതിലും എന്താണ്, പബ്ലിക് ലോയിലും ഈ സ്റ്റേറ്റ് എന്നുള്ളത് ഒരു ആർബിട്രറി പണി തന്നെയാണ് എടുക്കുക, ഒരു മധ്യസ്ഥന്റെ പണി തന്നെയാണ് ഉണ്ടാവുക. ഇനി ഓർഡിനൻസസ് are the orders issued by the executive branch of the government within the powers prescribed to them by the law of the land. ഈ നമ്മൾ പറഞ്ഞു ലോ ഉണ്ടാക്കാൻ ഇങ്ങനെ പിന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇത് പിന്നെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച്, ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ്, നമ്മൾ പ്രസിഡന്റ് പ്രധാനമന്ത്രിയൊക്കെ ഉള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ പാർലമെൻറ്റ് ഇത് പെട്ടെന്ന് എമർജൻസി ആയിട്ടൊക്കെ പുറപ്പെടുവിക്കുന്നതാണ് ഈ ഓർഡിനൻസ് എന്ന് പറയാം. അങ്ങനെ നിയമം ഉണ്ടാക്കി അതായത് പ്രസിഡന്റ് ഒരു ഓർഡർ ഇറക്കി, പിന്നെ അവിടെ ഇൻ ദ അബ്സെൻസ് ഓഫ് ലെജിസ്ലേറ്റീവ് സെഷൻ ടു ഫേസ് ദ എമർജൻസി, ഒരു എമർജൻസി ഫേസ് ചെയ്യാൻ നിയമം നിർമ്മാണ സഭ കൂടി ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ പ്രസിഡന്റ് എന്താണ് ഒരു ഓർഡർ പുറപ്പെടുവിപ്പിച്ചു. പക്ഷേ ഇതെന്താണ്, ആർ നോട്ട് പെർമനന്റ്, ഇത് പെർമനന്റ് അല്ല, ഈ ഒരു നിയമം പെർമനന്റ് അല്ല. ഇത് പെർമനന്റ് ആവണമെങ്കിൽ ദേ ആർ ഇഷ്യൂഡ് ഫോർ ദ സ്പെഷ്യൽ പർപ്പസ് ഓഫ് ഫേസിംഗ് എമർജൻസി. ദ ഇഷ്യൂഡ് ഓർഡിനൻസസ് ഹാവ് ടു പാസ് ഫ്രം ദ ലെജിസ്ലേച്ചർ വിത്തിൻ 6 months. അപ്പോൾ ഇത് ഒരു എമർജൻസിനെ ഫേസ് ചെയ്യാനിട്ടതാണ്, ഇത് പെർമനന്റ് അല്ല. ഇനി ഇത് പെർമനന്റ് ആവണമെങ്കിൽ ഇത് ലെജിസ്ലേറ്റർ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭ 6 മാസത്തിനുള്ളിൽ ഇത് പാസ്സാക്കിയാൽ മാത്രമേ ഇതെന്താവുള്ളൂ, ഇത് പെർമനന്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. ഇന്ന് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോന്റെ കൈൻസും അതേപോലെ സോഴ്സും ഫീച്ചേഴ്സൊക്കെ